മഞ്ചൂരിൽ മദ്യലഹരിയിൽ യുവാവ് സിവിൽ സർവീസ് പരിശീലന കേന്ദ്രത്തിന്റെ ചില്ലുകളൊക്കെ അടിച്ചു തകർത്തിട്ടുണ്ട്. ബാറിലെ ജീവനക്കാരനായിരുന്നു ഇയാൾ. അങ്ങനെ ഇന്ന് ശ്രീരാഗിനെ ബാങ്ക് മാനേജർ പുറത്താക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് റോഡിലിറങ്ങി പരാക്രമം. അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. അലക്സ്, എന്താണ് സംഭവിച്ചത്? ഈ പരാക്രമം ജോലിയിൽ നിന്ന് ഒഴിവാക്കിയതിലുള്ള മനോവിഷമമാണോ കാട്ടിക്കൂട്ടലുകളാണോ? സുഹൈല, രാത്രിയിൽ അല്പം മുമ്പാണ് ഈ സംഭവം. മദ്യലഹരിയിലായിരുന്നു ഈ യുവാവ്. ഇയാൾ ഈ വഞ്ചിയൂരിലെ സിവിൽ സർവീസ് അക്കാദമിയുടെ ചില്ലുവാതുകളും ലോഗോ ബോർഡുകളും അടക്കം തല്ലി തകർക്കുന്നതാണ് അതാ ഇപ്പോൾ ദൃശ്യങ്ങളിൽ പുറത്തു വന്നിട്ടുള്ളത്. ഇയാൾക്ക് ഷർട്ടില്ല. ഇയാൾ റോഡിലൂടെ നടന്നു വന്ന് ഒരു കസേരയോ മറ്റോ പോലുള്ള ഒരു വസ്തു എടുത്തത് ഈ അക്കാദമിയുടെ ചില്ലും മറ്റുമൊക്കെ അടിച്ചു തകർക്കുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത്. ഇയാൾ ഇതിന് തൊട്ട് സമീപത്തെ ബാർ ജീവനക്കാരനാണ്. അതിയന്നൂർ സ്വദേശി ശ്രീരാഗാണ് ഈ പരാക്രമം നടത്തുന്നത്. ഇയാൾ ഇന്ന് ഈ ബാറിൽ ജോലിക്കെത്തിയത് മദ്യപിച്ച് ലക്കുകെട്ടായിരുന്നു. തുടർന്ന് ഈ ബാർ മാനേജർ ശ്രീരാഗിനെ പുറത്താക്കി. ഇതിനുശേഷമാണ് ഇയാൾ റോഡിൽ ഇറങ്ങി ഈ പരാക്രമം ആരംഭിക്കുന്നത്. ഇത് അടിച്ചു തകർത്തതിന് ശേഷം ഇയാൾ അസഭ്യം വിളിച്ചു. അതായത് അവിടെ ഉണ്ടായിരുന്ന കുട്ടികളെ, ഈ അക്കാദമിയിൽ ഉണ്ടായിരുന്ന കുട്ടികളെ അസഭ്യം വിളിച്ചു. അത് ചോദ്യം ചെയ്ത വിദ്യാർത്ഥികൾക്ക് നേരെയും ഇയാൾ പാഞ്ഞെടുത്തു. തുടർന്ന് ഈ അക്കാദമിയുടെ വാതിലുകൾ അടക്കം തകർക്കുന്ന സാഹചര്യം ഉണ്ടായി. തുടർന്ന് അക്കാദമി ഡയറക്ടറുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് മഞ്ചൂർ പോലീസ് എത്തി ശ്രീരാഗിനെ പിന്തുടർന്ന് പിടികൂടിയത്. സുഹൈൽ, ശ്രീരാജിന്റെ പരാക്രമം കണ്ടാൽ സിവിൽ സർവീസ് അക്കാദമിയിൽ നിന്ന് പുറത്താക്കിയ മട്ടിലാണ്. എല്ലാം കിട്ടുന്നതൊക്കെ നശിപ്പിക്കുന്നുണ്ട്, എല്ലാം തല്ലി തകർക്കുന്നുണ്ട്. എന്തായാലും മദ്യലഹരിയിലായിരുന്നു ഇന്ന് ജോലിക്ക് ബാറിലെത്തിയതും. ഇതിനെ തുടർന്ന് പുറത്താക്കിയതിന്റെ നിരാശ, പുറത്താക്കിയതിന്റെ പ്രതികാരം, അതൊക്കെ ഇങ്ങനെ ചില്ലടിച്ച് തകർത്ത് തീർത്തു എന്ന് മാത്രം. എന്തായാലും സംഭവത്തിൽ പോലീസ് നടപടി വരുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.